നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ചത് പ്രൈമറ സോഫ്റ്റ്വെയർ എവിടുന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെ പ്രൈമറ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നതാണ്. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റാൾ ചെയ്ത പ്രൈമറ സോഫ്റ്റ്വെയർ എങ്ങനെ റിമൂവ് ചെയ്യണം, അതായത് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണം, വീണ്ടും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഏതൊരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ കൺട്രോൾ പാനലിൽ പോവുക എന്നാണ്. ഇനി കൺട്രോൾ പാനലിൻ്റെ വിൻഡോ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ്, കീബോർഡിൽ വിൻഡോസിൻ്റെ ബട്ടണും ആർ ബട്ടണോട് ഒരുമിച്ച് പ്രസ് ചെയ്യുക, വിൻഡോസ് പ്ലസ് ആർ. അപ്പോൾ നമുക്കിവിടെ റൺ കമാൻഡിൻ്റെ അല്ലെങ്കിൽ റണ്ണിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ ജസ്റ്റ് ഓപ്പൺഡ് അവിടെ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്യുക, കൺട്രോൾ പാനൽ, കൺട്രോൾ സ്പേസ് പാനൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പം ഡയറക്റ്റ് കൺട്രോൾ പാനൽ വിൻഡോ ഓപ്പൺ ആയി വരും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ്, ജസ്റ്റ് സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാർട്ടിൽ ഇവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് സെർച്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരും, അവിടെയും കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നു സെക്കൻഡിൽ കൺട്രോൾ പാനൽ, അത് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ആയി. സോ ഇതാണ് രണ്ട് മെത്തേഡ്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടായാലും കൺട്രോൾ പാനൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം കൺട്രോൾ പാനലിൽ ഇതായത് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചർ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സോഫ്റ്റ്വെയർസും കിടക്കും. ഇവിടുന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ ലൊക്കേറ്റ് ചെയ്യുക. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ ആദ്യം കിടക്കുന്നത്. ഓക്കെ, സോ പ്രൈമറ സോഫ്റ്റ്വെയർ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഇവിടെ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തന്നെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ് പ്രൈമറ സോഫ്റ്റ്വെയറിൽ. ഇവിടെ ആർ യു ഷുവർ യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ പ്രൈമറ P6 പ്രൊഫഷണൽ? യെസ്. സോ അൺഇൻസ്റ്റാളേഷൻ തുടങ്ങി, റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദി ഓപ്പറേഷൻ യു റിക്വസ്റ്റഡ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. പ്രൈമറയുടെ അൺഇൻസ്റ്റാളേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഇത് ഓക്കെ എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ആ ലിസ്റ്റിൽ നിന്ന് പ്രൈമറ പോയി. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ടാസ്ക് ബാറിൽ നമ്മൾ നേരത്തെ എടുത്തിട്ട ലിങ്ക് ആണ്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാൻഡ് ഓപ്പൺ ദിസ് സൈറ്റ്. ഇത് ജസ്റ്റ് ഈ ഒരു ഷോർട്ട് കട്ട് ഡിലീറ്റ് ചെയ്യട്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എസ് കൊടുത്തു. സോ ആ ഷോർട്ട് കട്ട് അവിടെ നിന്ന് പോയി. ഇനി നമ്മൾ സ്റ്റാർട്ടിൽ പോയി നോക്കിയാലും, പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ പോയി നോക്കിയാലും ഇവിടെ ആ ഒറക്കിളിൻ്റെ നേരത്തെ കിടന്നിരുന്ന എല്ലാം പോയി. പ്രൈമറയുടെ ലിസ്റ്റ് നേരത്തെ കിടന്നിരുന്ന കംപ്ലീറ്റ് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈമറ ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം, പ്രൈമറ അൺഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താ ചെയ്യുക? സെയിം പ്രോസസ്സ്, ലാസ്റ്റ് നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ആ സ്റ്റെപ്പിലൂടെ പോവുക. പ്രൈമറ നമുക്ക് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതായിരുന്നു നമ്മൾ അൺസിപ്പ് ചെയ്തിട്ടിരുന്ന ഫോൾഡർ. പ്രൈമറയുടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഈ ഫയൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ലാസ്റ്റ് ഫയൽ സെറ്റപ്പ്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ടിപ്പിക്കൽ. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക, ഇത് യെസ് കൊടുക്കുക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ റൺ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ ടിക്ക് ചെയ്യുക. ഓക്കെ, ഡ്രൈവർ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ലാസ്റ്റ് ഓപ്ഷൻ P6 Pro സ്റ്റാൻഡലോൺ SQLite സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ്. ഇവിടെ പാസ്വേഡ് ഞാൻ അഡ്മിൻ എന്ന് തന്നെ പാസ്വേഡും കൊടുക്കുകയാണ്. യൂസർ നെയിം പാസ്വേഡും സെയിം തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ്. ഇവിടെ ലോഡ് സാമ്പിൾ ഡാറ്റ ഞാനിപ്പം അൺടിക്ക് ചെയ്യുകയാണ്. നമുക്ക് ലോഡ് സാമ്പിൾ ഡാറ്റ വേണ്ട, നമുക്ക് സാമ്പിൾ ഡാറ്റ ഇല്ലാതെ പഠിക്കുന്നതാണ് നല്ലത്. സോ അത് ഞാൻ അൺടിക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ്, ഇത് യെസ് എന്ന് കൊടുക്കുക. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഫിനിഷ്. സോ പ്രൈമറ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയി. ഇനി എങ്ങനെയാണ് പ്രൈമറ സോഫ്റ്റ്വെയർ എടുക്കുന്നത്? സ്റ്റാർട്ടിൽ പോവുക, അവിടെ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നിടത്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ കിടക്കുന്നിടത്ത് വരിക. ഇവിടെ ഇതാണ് പ്രൈമറ സോഫ്റ്റ്വെയർ. ഇവിടെ ഈ രണ്ടാമത് കിടക്കുന്നതാണ് P6 പ്രൊഫഷണൽ R16.2. ഇതാണ് നമ്മുടെ ഫയൽ. ഇത് നമുക്ക് ആദ്യമേ ഡെസ്ക്ടോപ്പിൽ ടാസ്ക് ബാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ടു ടാസ്ക് ബാർ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയാലും ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. ഇനി പ്രൈമർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കിടക്കുന്നിടത്ത് പോകണമെന്നില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ പാസ്വേഡ് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ. ഈ ഒരു മെസ്സേജ് എന്തുകൊണ്ടാവുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രൈമറ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു മെസ്സേജ് വരും. ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇവിടെ വലിയൊരു ലിസ്റ്റ് ആയിരുന്നു, കാരണം സാമ്പിൾ ഡാറ്റ എല്ലാം അവിടെ കിടക്കുന്ന ലിസ്റ്റ്. ഇപ്പോൾ അതൊന്നുമില്ല, ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പം. ഇനി നമുക്ക് ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാൻ വേണ്ടി അഡ്മിൻ പ്രിഫറൻസ് എടുക്കുക.
അവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇൻഡസ്ട്രി ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ഇത് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഡിറ്റിൽ പോവുക, എഡിറ്റിൽ താഴെ വന്നിട്ട് യൂസർ പ്രൊഫൈൽ, അവിടെ ലെഫ്റ്റ് സൈഡിൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ പാസ്വേഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പഴയ പാസ്വേഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം പുതിയ വേണ്ട പാസ്വേഡ് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൈമവെറയ്ക്കുള്ളിൽ കയറി പാസ്വേഡ് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ക്യാൻസൽ ചെയ്യുക. നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് പ്രൈമവേറ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണം, വീണ്ടും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ്. സോ നിങ്ങൾക്കിപ്പം പ്രൈമവേറ എന്ന സോഫ്റ്റ്വെയർ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നറിയാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നറിയാം, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാനറിയാം, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആവശ്യം വന്നാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം, അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചെയ്യാനും അറിയാം. ഓക്കെ, സോ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷൻ പാർട്ട് കംപ്ലീറ്റ് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇത്രയും പറഞ്ഞത് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഞാനിത് സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാം.